ലോകം കണ്ട ഏറ്റവും മികച്ച കളിക്കാരനായ ബ്രസീലിയൻ ഇതിഹാസം പെലെയുടെ കാലത്ത്, അതായത് 1963 ബ്രസീലിയൻ ക്ലബ്ബ് കോപ്പ ലിബർട്ടാഡോറസ് കപ്പ് നേടിയത്. പിന്നീടുള്ള നീണ്ട വർഷങ്ങൾ പലതവണ വഴികളിൽ അടുത്തുനിന്നും ദൂരെ നിന്നും ഇടറി വീഴുന്ന കാഴ്ചകളായിരുന്നു. ഏതുവരെയെന്ന് പറഞ്ഞാൽ 2011 വരെ. എന്നാൽ ബോളിന് പിറകെ നൃത്തം ചെയ്ത് എതിർത്താരങ്ങളെ കാഴ്ചക്കാരാക്കി വല ചലിപ്പിക്കുകയും അതിന് ചരട് വലിക്കുകയും ചെയ്യുന്ന ഒട്ടിയ കവിളും എല്ലും തോലും മാത്രമുള്ള ശരീരവുമായി നെയ്മർ ജൂനിയർ എന്ന കൗമാരക്കാരൻ്റെ ചിറകിലേറിയായിരുന്നു അത് നേടിയത്. അതും സാന്റോസ് ആരാധകരുടെ 67 വർഷത്തെ കാത്തിരിപ്പിൻ്റെ വിരാമത്തിനോടൊപ്പം. ആ ടൂർണമെൻറ്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ കൂടെ ബ്രസീലിൽ ആ പേരുകൾ അലയടിച്ചു തുടങ്ങിയിരുന്നു. അതെ, നെയ്മർ ജൂനിയർ. ഫിഫ വേൾഡ് കപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട സാന്റോസിന് പിന്നീട് അങ്ങോട്ട് കുതിപ്പിൻ്റെ നാളുകളായിരുന്നു. ഫൈനലിൽ ബാർസയോട് 4 ഗോളുകൾക്ക് തോൽവി പിണഞ്ഞെങ്കിലും ആ ടൂർണമെൻറ്റിൽ ബ്രോൺസ് ബോൾ നേടിയ ആ മെലിഞ്ഞുട്ടിയ പയ്യനിൽ ലോക ഫുട്ബോൾ ആരാധകരുടെ കണ്ണ് ഒന്നുടക്കിയിരുന്നു. എങ്കിലും ലോക ഫുട്ബോൾ ആരാധകരുടെ കണ്ണുകൾ പിന്തുടർന്നു തുടങ്ങിയത് 2011 ഡിസംബർ 31 രാത്രിയിൽ പുന്നാമ്പുകളെപ്പോലും കോരിത്തരിപ്പിച്ച ആ ഒറ്റയാൻ ഗോളിലൂടെയായിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ ബ്രസീലിയൻ ലീഗിൽ സാന്റോസും മജീഷ്യൻ റൊണാൾഡീനോയും അണിനിരക്കുന്ന ഫ്ലെമിംഗോയും ഏറ്റുമുട്ടിയ ആ രാത്രി ബ്രസീലുകാർ വളരെ ആകാംക്ഷയിലായിരുന്നു. ഒരുപാട് വർഷങ്ങളായി തങ്ങളെ ആനന്ദ നൃത്തം കൊള്ളിച്ച മായാജാലക്കാരൻ ഡീനോയും വളർന്നു വരുന്ന നൃത്തച്ചുവടുകൾ കൊണ്ട് അമ്പരപ്പിക്കുന്ന നെയ്മറും ആദ്യമായി ഏറ്റുമുട്ടുന്നു. എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് സാന്റോസ് 2 ഗോളടിച്ച് മുന്നേറുന്നു. അങ്ങനെയിരിക്കെ മത്സരത്തിൻ്റെ 26-ാം മിനിറ്റിലാണ് അത് സംഭവിക്കുന്നത്. മൈതാന മധ്യത്തിനടുത്തു നിന്ന് നെയ്മറിന് പന്ത് ലഭിക്കുന്നു. ഉടനെ 2 എതിർത്താരങ്ങളെ ട്രിബിൾ ചെയ്ത് വേറെ 2 എതിർത്താരങ്ങൾക്കിടയിലൂടെ തൻ്റെ സഹതാരത്തിന് നെയ്മർ പന്ത് മറിച്ചു നൽകുന്നു. ഉടനെ പന്ത് തിരികെ ലഭിച്ച നെയ്മർ പന്തുമായി മുന്നേറുമ്പോൾ ഗോൾ പിറക്കുമെന്നൊന്നും അറിയാതെ ട്രിബിളിംഗ് കണ്ട് കാണികൾ ആർത്തിരമ്പുന്നുണ്ടായിരുന്നു. കൂടെയോടുന്ന എതിർ കളിക്കാരന് നീക്കം തടയാനാവില്ലെന്ന് മനസ്സിലാക്കി മുമ്പിലുള്ള കളിക്കാരനെ കണ്ടു നിർത്തിയപ്പോൾ ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായൊരു മുന്നേറ്റത്തിലൂടെ മുന്നിലുള്ള കളിക്കാരനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പന്ത് ഗോൾ പോസ്റ്റിൻ്റെ വലക്കണ്ണികളെ പുളകം കൊള്ളിക്കുമ്പോൾ സ്റ്റേഡിയം ഇളകിമറിയുന്നു. കമന്റേറ്റർമാർ എന്തു പറയണമെന്നറിയാതെ തൊണ്ട പൊട്ടുമാറാം ശബ്ദത്തിൽ വിളിച്ചു പറയുന്നു, നെയ്മർ 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 എന്ന്. എന്നാൽ മത്സരം ഡീനോയുടെ ഹാട്രിക്കിലൂടെ തിരിച്ചടിച്ച് ഫ്ലെമിംഗോ വിജയിച്ചെങ്കിലും അണ്ടർവാൾ ഫ്രീ കിക്കും സോളോ ഗോളും ഒക്കെ കണ്ട് ആരാധകരെ ആവേശം കൊള്ളിച്ചൊരു മത്സരമായിരുന്നു അത്. ഒപ്പം ഫിഫയുടെ മികച്ച ഗോളിനുള്ള പുസ്കാസ് അവാർഡും നേടി നെയ്മർ ജൂനിയർ ലോകത്തിന് മുന്നിൽ തൻ്റെ വരവറിയിച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് കുതിപ്പിൻ്റെ നാളുകളായിരുന്നു. 2013 അന്നത്തെ ലോക ജേതാക്കളെ തച്ചുടച്ചുകൊണ്ട് ബ്രസീൽ കോൺഫെഡറേഷൻ കപ്പ് നേടുമ്പോൾ ആ ടൂർണമെൻറ്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ അല്പം വളർന്ന ആ മെലിഞ്ഞ പയ്യൻ്റെ കൈകളിലായിരുന്നു. ഒപ്പം ആ ഗോൾഡൻ ബൂട്ടും നെയ്മറിൻ്റെ കൈകളിലായിരുന്നു. ബ്രസീലിൻ്റെ ഒരുപാട് മഹാരഥന്മാരായ ഇതിഹാസങ്ങൾക്ക് നേടിത്തരാൻ കഴിയാതിരുന്ന ബ്രസീലിൻ്റെ കിട്ടാക്കനിയായ ഒളിമ്പിക്സ് ഗോൾഡ് ആ മഞ്ഞ കുപ്പായമണിഞ്ഞ് മുന്നിൽ നിന്ന് നേടിത്തന്ന ബ്രസീലിൻ്റെ രാജകുമാരനാണ് നെയ്മർ. എന്നാൽ ഇതിനിടയിൽ ബാർസയിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നൽകി PSG കൂടുമാറുകയായിരുന്നു നെയ്മർ. അയാളുടെ കളിയിൽ പൂർണ്ണതയില്ലായിരിക്കും, പക്ഷേ വൈകാരികതയുണ്ട്. കുമ്മായ വരക്കുള്ളിൽ കാൽപന്ത് തട്ടുന്നവന് യുക്തിയുടെ കടിഞ്ഞാണമുണ്ടാകുമ്പോഴാണ് പൂർണ്ണതയെന്ന് ധരിച്ചവർക്ക് വെറുക്കപ്പെട്ടവനാണയാൾ. പക്ഷേ പുൽമൈതാനങ്ങളെ ത്രസിപ്പിക്കുന്ന തുകൽപന്ത് പ്രാണനൂട്ടി നിറച്ചതാണെന്ന് വിശ്വസിക്കുന്നവരുടെ മൈതാനത്ത് നെയ്മറോളം വൈകാരികതയോടെ ആരും കളം നിറഞ്ഞാടുന്നില്ല. ബ്രസീലിയൻ രക്തം അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ സിരകളിലൊഴിക്കുന്ന ഈ തലമുറയിലെ കാൽപന്തു കളിക്കാരൻ നെയ്മറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഗുണവും ദോഷവും അയാളുടെ കളിയുടെ ഓരോ നിമിഷവും അനുഭവിക്കുന്നുണ്ട്. കവിത പോലെയാണ് അയാൾ പന്ത് തട്ടുന്നത്. ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സൃഷ്ടിയെ വായനക്കാർ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അത് അയാൾ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല. കവിത എഴുതുമ്പോൾ തനിക്ക് കിട്ടുന്ന ആത്മസംതൃപ്തിക്ക് മാത്രമാണ് അയാൾ അവിടെ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇതിനോട് സമാനമാണ് നെയ്മറിൻ്റെ കളിശൈലിയും. അയാൾ കാൽപന്ത് കൊണ്ട് കവിത രചിക്കുന്നു. അതാരെയും പ്രഖ്യാപിക്കാനോ പരിഹസിക്കാനോ അല്ല. അയാൾ തേടുന്നത് ആത്മസംതൃപ്തി മാത്രമാണ്.
പക്ഷേ അതിൽ കവിത കാണാത്തവർ അയാളെ വെറുക്കുന്നു, കല്ലെറിയുന്നു. കളിയുടെ ജയപരാജയങ്ങളുടെ അനിവാര്യത തേടുന്ന എതിരാളികൾക്ക് ആ കവിത തീർത്തും അരോചകമാകുന്നു. അവരയാളെ ക്രൂരമായ വെറുപ്പോടെ ആക്രമിക്കുന്നു. മുറിവേറ്റ് വീണുകലങ്ങിയ കണ്ണുമായി അയാൾ കളം വിടുന്നു. അല്ലെങ്കിൽ തന്നാക്രമിച്ചവരെ നിമിഷനേരത്തിന്റെ വൈകാരിക തള്ളിച്ചയിൽ അസഭ്യവർഷം നടത്തി മരണച്ചുവപ്പ് വാങ്ങി തലകുനിച്ച് തണലിലേക്ക് തിരികെ നടക്കുന്നു. പിന്നെ വനവാസകാലമാണ്. വനവാസം അവസാനിച്ച് തിരികെ വരുമ്പോഴും അയാളിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. ബൂട്ടഴിഞ്ഞ് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എതിരാളികളുടെ കാലുകൾ തനിക്ക് മുന്നിൽ കോട്ട പണിയുന്നത് കാണുമ്പോൾ പതിനായിരങ്ങളുടെ കണ്ണാളങ്ങളെ പൊട്ടിച്ചുയരുന്ന വികാര കൊടുങ്കാറ്റ് ഗാലറിയിൽ നിന്നും അയാളുടെ സിരകളിലേക്ക് ഒഴിക്കുന്ന ബ്രസീലിയൻ രക്തത്തിലേക്ക് പടർന്നു കയറുമ്പോൾ അയാൾ വീണ്ടും ആ പഴയ കവിയാകും. എതിരാളികൾക്കും വിമർശകർക്കും ശപിക്കപ്പെട്ടവനും അയാൾക്ക് ഏറെ പ്രിയപ്പെട്ടവനുമായ ആ കവി. അയാൾക്കതിനെ കഴിയൂ, അതിന് മാത്രമേ കഴിയൂ. കാരണം അയാൾ പന്ത് തട്ടുന്നത് ഹൃദയത്തിൻ്റെ വിശപ്പടക്കാനാണ്. പൂർണ്ണതയ്ക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല. പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയ്ക്കും ആനന്ദത്തിനും ആത്മസംതൃപ്തിക്കുമല്ലാതെ. നെയ്മർ പറയുന്നത് പോലെ ഐ ആം ബോൺ ടു ബി ഹാപ്പി, നോട്ട് ടു ബി പെർഫെക്റ്റ്.